പേര് മുഹ്സിന. ഞാൻ വരുന്ന കുറ്റിപ്പുറം ഭാഗത്തുനിന്നാണ്. എനിക്ക് തൈറോയിഡും അതിനനുബന്ധിച്ചുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 12-13 വർഷമായി തൈറോയിഡിന് ടാബ്ലറ്റ് എടുക്കണം. കഴിക്കാൻ തുടങ്ങി 100 കഴിക്കണം. ഇംഗ്ലീഷ് മരുന്ന് എല്ലാം പരീക്ഷിച്ച് ലാസ്റ്റാണ് ഡോക്ടർ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നത്. എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? ബുദ്ധിമുട്ട് എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാന്ന് പറയാൻ പോലും പറ്റൂല. കിതപ്പ്, ക്ഷീണം, വീട്ടിലത്തെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ കിടക്കായിരുന്നു. കുട്ടികളെ കാര്യമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഉറങ്ങണം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അതെ. പിന്നെ ചെറിയൊരു കയറ്റം കയറുമ്പത്തിന് കിതപ്പ്, ശ്വാസം കിട്ടാതാവുക, പിന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരീരവേദന, തരിപ്പ്, ഒരു കാലിന്റെ ഒരു ഭാഗം മൊത്തം തരിപ്പായിരുന്നു. അതൊക്കെ കുറെ ആയിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അലർജിയുടെ പ്രശ്നങ്ങൾ? അലർജിയുടെ പ്രശ്നം കുറെ മുന്നേ തന്നെ ഉണ്ട്. ചെറുപ്പം മുതലേ ഉള്ളതാണ്. ശ്വാസം മുട്ടും ഇൻഹീലർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലയിൽ താരുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഈ 12 വർഷം ഈ ഗുളിക കഴിച്ചോണ്ടിരിക്കുവല്ലേ? ഈ ഗുളിക കഴിക്കുമ്പോ TSH ഒക്കെ നോർമലാണ്? നോർമലാണ്. പക്ഷെ ഇതിന്റെ ഇതൊന്നും മാറുന്നില്ല. ക്ഷീണവും കാര്യങ്ങളൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. എല്ലാം 3 മാസം കൂടുമ്പോ ഡോക്ടറെ കാണിക്കും. ഈ മരുന്ന് തന്നെ തുടരാൻ പറയും. പക്ഷെ എനിക്ക് രക്തക്കുറവ്, പ്രഷർ കുറയല്, പിന്നെ വൈറ്റമിൻ ഡി കുറവ്, എന്തൊക്കെ എല്ലാ കുറവുകളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വയറ് വീർത്ത് വരിക, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വിശപ്പില്ല, അങ്ങനത്തെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഉറക്കം പകലൊക്കെ നല്ല ഉറക്കം ഉണ്ടായിരുന്നു. എപ്പോഴും ഉറങ്ങണം, ക്ഷീണം, പിന്നെ ആരോടും മിണ്ടാനും തോന്നൂല, എവിടേക്കും പോവാനും ഒന്നും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. മനസ്സിന് എന്തൊക്കെയായിരുന്നു? മനസ്സിന് എപ്പോഴും ഒരു ഡിപ്രഷൻ പോലെ ആയിരുന്നു. ഒരു ടെൻഷനും സങ്കടവും, എന്തൊക്കെയെന്ന് ആരോട് പറയാൻ പറ്റൂല. എപ്പോഴും ഒരു ടെൻഷനായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ ശേഷം 76 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. കുറെ ആയിട്ട് ആ ഒരു വെയിറ്റും അങ്ങനെ നിൽക്കുകയും തീരെ എക്സസൈസ് ചെയ്താലൊന്നും വെയിറ്റ് കുറയലുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മാസം ആയപ്പത്തിന് തന്നെ 5 കിലോന് പെട്ടെന്ന് കുറഞ്ഞു. ഇപ്പൊ മൊത്തത്തില് 10 കിലോ കുറഞ്ഞു. 3 മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞു. ശരീരത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കോ? അതൊക്കെ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ആ പ്രശ്നങ്ങളുള്ള ഒരാളാന്ന് തന്നെ എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇത്രയും പ്രശ്നം ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ക്ഷീണമുണ്ട് ഇപ്പൊ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിൽ തന്നെ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ കാര്യം കിതപ്പൊന്നുമില്ല. തൈറോയിഡ് നോർമലായി ടാബ്ലറ്റ് നിർത്തി. ഇതിപ്പോ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന? ഇപ്പൊ ഒരു കുഴപ്പമില്ല. മനസ്സിന് നല്ല സുഖമാണ്. ഇപ്പൊ ആളാന്ന് തന്നെ അറിയില്ല. കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനർജി, നല്ല എനർജി ഉണ്ട്. മറ്റേത് രാവിലൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് കുട്ടികളെ എങ്ങനെയും പറഞ്ഞേക്കുക, കെടുക്കുക, പിന്നെ ചിലപ്പോ 2 മണിക്കൂറൊക്കെ ഒന്നുകൊണ്ട് ഉറങ്ങും. എന്നിട്ട് പിന്നെ അടുത്ത പണികൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ. പിന്നെ അലർജി നല്ല മാറ്റമുണ്ട്. ഇൻഹീലർ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ ശേഷം അലർജി ഉണ്ടായിട്ട് ഈ ഒരു 3 മാസമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ്. ഞാൻ ഡോക്ടറെ വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തത്. അത്രയും ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റ് ഒന്നും ഇത്ര കുറയുന്നുള്ളതൊന്നും അതൊക്കെ ഒരു അത്ഭുതമായിട്ടൊക്കെ തോന്നുന്നു. പിന്നെ മരുന്നുകളിൽ നിന്നും പുറത്തു വരാൻ പറ്റും. വർഷങ്ങളായിട്ട് അലർജിക്കും തൈറോയിഡിനും എല്ലാത്തിനും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു 3 മാസമായിട്ട് അതിനൊക്കെ നല്ല മാറ്റമാണ്. മരുന്നിന്റെ ആവശ്യമില്ല. താങ്ക് യു ഡോക്ടർ. ശരി.